നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചങ്കാരാണ്? പേര് പറയാൻ വരട്ടെ. അതിനു മുമ്പ് ഞാൻ പറയും നിങ്ങളുടെ ചങ്കാരാണെന്ന്. അത് പിണറായി വിജയനാണ്. എന്നോട് ദേഷ്യപ്പെടേണ്ട കേട്ടോ. ഇത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സഖാവ് പിണറായി വിജയൻ പറഞ്ഞതാണ്. കേരളത്തിലെ ജനങ്ങളുടെ ചങ്കാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഇപ്പോഴും ഞാൻ തന്നെയാണ്. പിണറായി വിജയൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ ചങ്ക് പിണറായി വിജയനായിരിക്കും. അപ്പോൾ എൻ്റെ ചീത്ത പറയാൻ വന്നവർ ബാക്കി കാര്യങ്ങളിൽ അറിയണം. കാരണം പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നു. പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് എന്തുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പോളിറ്റ് ബ്യൂറോയുടെ യോഗം ചേർന്ന് കൂലങ്കക്ഷമായി ചർച്ച ചെയ്തത്. ചില ആളുകൾ പറയാറുണ്ട് CPMകാർ തോറ്റു. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തോറ്റു എന്ന് ഇവന്മാരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. തോറ്റത് ഞങ്ങളല്ല, നിങ്ങളാണ് തോറ്റത്. ഇതാണ് സമീപകാലത്തെ ഒരു ട്രെൻഡ്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതുവരെ ആ ഫ്ലക്സും ബോർഡും വന്നിട്ടില്ല. കാരണം തലക്കേറ്റ അടിയുടെ ആഘാതത്തിൽ നിന്ന് സഖാക്കൾക്ക് ബോധം വച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാരുടെ ചില സമീപനങ്ങൾ കൊണ്ട് പതുക്കെ സഖാക്കന്മാർ പതുക്കെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നാട്ടിൻപുറത്തൊരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് എന്നും രാവിലെ ചോദിക്കും, ആരാ മുഖ്യമന്ത്രി? ഇപ്പോൾ എൻ്റെ സുഹൃത്ത് വരുമ്പോൾ ചായക്കടക്കാരൻ പതുക്കെ കടയിൽ നിന്ന് സ്കൂട്ടാവും, ഭാര്യയെ കടയേൽപ്പിച്ചിട്ട്. കാരണം ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലോ. അപ്പോൾ അങ്ങനെ CPMന് പതുക്കെ പുറത്തിറങ്ങാൻ പറ്റുന്ന കാലാവസ്ഥ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പോളിറ്റ് ബ്യൂറോ യോഗത്തിലേക്ക് വരാം. പോളിറ്റ് ബ്യൂറോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഏതായാലും CPMന് വലിയ മാറ്റമുണ്ട്. ഇത്തവണ ഫ്ലക്സ് അടിച്ചില്ല, നിങ്ങളാണ് തോറ്റതെന്നുള്ള ഫ്ലക്സ് അടിച്ചില്ല. മുൻകാലങ്ങളിലൊക്കെ പറയാറ്, EMSൻ്റെ ഒക്കെ കാലത്ത് പറയാറുണ്ടായിരുന്നു, തോറ്റു കഴിഞ്ഞാൽ പറയും. അത് തോൽവിയൊന്നുമില്ല, പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളാണ് ജയിച്ചത്. അങ്ങനെ പറയുന്ന ഒരു കാലമുണ്ട്. EMS എന്തും പട്ടാപ്പകൽ നട്ടുച്ച പാതിരാത്രിയാണെന്ന് പറഞ്ഞാൽ സഖാക്കന്മാരെന്ത് ചെയ്യും? അത് ഇപ്പം രാത്രിയാണ്, നമുക്ക് പകലായിട്ട് തോന്നുന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടല്ലോ. കാരണം പൊട്ടന്മാരുടെ പാർട്ടിയാണല്ലോ അത്. പൊട്ടന്മാരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വികസന കാര്യത്തിലും കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ തിന്നുന്ന ബകൻ, കമ്പ്യൂട്ടറും മനുഷ്യനും മുഖാമുഖം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടന ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വന്നാൽ ഈ നാടാകെ മുടിഞ്ഞു പോകും. അന്ന് ഈ മൈക്രോവേവിൻ്റെ ടവറുകൾ, ഈ വാർത്താവിതരണ വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ മൊബൈലിൻ്റെ ടവറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ചില പ്രദേശങ്ങളിലൊക്കെ ഈ മൈക്രോവേവ് ടവേഴ്സ് വരുമായിരുന്നു. ആ ടവർ വരുന്നതിനെക്കുറിച്ച് CPMും ഈ പരിഷത്തുകാരും പറഞ്ഞതറിയാം. നിങ്ങളുടെ പ്രദേശത്ത് കാണുന്ന ഈ ടവർ വികസനത്തിൻ്റെ അടയാളമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ഭരണകൂടത്തിന്, അധികാരി വർഗത്തിനും വിവരങ്ങൾ കൊടുക്കാനുള്ള സാധനമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ട്രാക്ടർ കുഴപ്പം, കമ്പ്യൂട്ടർ കുഴപ്പം. കമ്പ്യൂട്ടർ വന്നാൽ ബാങ്കിൽ ജോലി എടുക്കുന്ന ആളുകളുടെയൊക്കെ പണി പോകുന്നതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഈ കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? CPMൻ്റെ ഓഫീസിൽ എത്ര AKG സെൻറ്ററിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾക്ക് അന്നൊക്കെ അബദ്ധം പറ്റിയെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തോറ്റു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല. പകരം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട്, ഞങ്ങൾ തോറ്റു, ഞങ്ങൾ പരാജയം സമ്മതിക്കുന്നു, ജനവിധി മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ജനവിധി എങ്ങനെ എതിരായി? ഇതാണ് പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്തത്. അപ്പോഴത്തേക്ക് പിണറായി വിജയൻ പറഞ്ഞത്, ഇത് എനിക്കോ എൻ്റെ ഭരണത്തിനോ എതിരായ ജനവികാരമല്ല, എന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഡ്രില്ല് മാഷ് കൂടി ആ പറഞ്ഞത് ശരിയാണ്, പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ ഇത്ര സീറ്റുകൾ പോലും കിട്ടില്ലായിരുന്നു. നമുക്ക് തോന്നും ശരിയായിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തത് പിണറായി വിജയൻ എന്നുള്ള ഈ മനുഷ്യനോടുള്ള പക കൊണ്ടാണ് എന്നതാണ് സത്യം. അവർക്ക് ജയിപ്പിക്കാൻ താല്പര്യമുള്ള മറ്റു പല സ്ഥാനാർത്ഥികളുമുണ്ട്. പക്ഷേ അവരെങ്ങാനും ജയിച്ചു പോയ ഈ പണ്ടാറടങ്ങാൻ ഈ പിണറായി വിജയൻ വീണ്ടും വന്നാലോ എന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ചില സ്ഥാനാർത്ഥികളെ വരെ തോൽപ്പിച്ചു കൊടുത്തു. ഒരു കാരണവശാലും പിണറായി വിജയൻ കേരളത്തിൻ്റെ 3ാം വട്ടം മുഖ്യമന്ത്രി ആവരുതെന്ന് ജനം ആലോചിച്ചുറച്ച് ആഞ്ഞുകുത്തിയതിൻ്റെ ഫലമാണ് ദയനീയമായി CPM പരാജയപ്പെട്ടത്. എന്നിട്ട് വിലയിരുത്തുമ്പോൾ, കമ്മിറ്റി കൂടുമ്പോൾ, പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ ഞങ്ങൾ തോറ്റു, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു, ആ തെറ്റുകൾ പരിഹരിക്കാനുള്ള നടപടികളെടുക്കും നമ്മൾ എന്നൊക്കെ, ഇനി തെറ്റ് തിരുത്തി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നൊക്കെ നമ്മളൊക്കെ കരുതും. പക്ഷേ ഇത് വേറെ ജനുസാണ്. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പറയാറുണ്ട്. പിണറായി വിജയൻ വേറെ എണ്ണമാണെന്നാണ് പുള്ളി പറയുന്നത്. ഇത് വേറെ എണ്ണമാണ്. കാണ്ടാമൃഗം തോറ്റുപോകുന്ന കട്ടിയുള്ള തൊലിയുള്ള എനം എന്ന് പറഞ്ഞാൽ
അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്താ ഒരു ആശങ്ക എന്താണെന്നറിയോ? ഈ കോൺഗ്രസ്സുകാർ ഇപ്പം തന്നെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ പച്ചക്കള്ളം പറയും. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഒരു കള്ളത്തരം പറഞ്ഞു. ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ 40 ദിവസം കഴിഞ്ഞാണ് തെരഞ്ഞെടുത്തതെന്ന്. എന്ത് വലിയ നുണയാണ്. കേരളത്തിലെ ബിജെപിക്കാരും അതിന് മറുപടി പറഞ്ഞ് കണ്ടിട്ടില്ല. ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് രേഖ ഗുപ്ത അധികാരം ഏറ്റെടുത്തു. അതാണ് സത്യം. നിങ്ങൾക്ക് ഡേറ്റുകൾ പരിശോധിക്കാം. ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ. എന്നായിരുന്നു ഡൽഹി ഇലക്ഷൻ, ഡൽഹി റിസൾട്ട് വന്നതെന്നാണ്, എന്ന് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള കൃത്യമായിട്ട് ഗൂഗിൾ ചെയ്താൽ ഏതൊരു മനുഷ്യനും അറിയാം. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ഒരു പുളുവടിച്ചത്. 40 ദിവസം എടുത്തില്ലേ നിങ്ങൾ ഡൽഹി മുഖ്യമന്ത്രിയാക്കാൻ? കഷ്ടമാണ് രമേശ് ചെന്നിത്തല. നിങ്ങളുടെ പാർട്ടിക്കാരുണ്ടാക്കിയിരിക്കുന്ന ഈ തെമ്മാടിത്തരം, ഈ കസേര കളിയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിലും കഷ്ടമാണ് ഇത്തരം ഒരു നിരുത്തരവാദപരമായ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഒരു മറുപടിയും പറയാതിരിക്കുന്ന കേരളത്തിലെ BJP നേതാക്കന്മാരുടെ അവസ്ഥ. BJP മറുപടി പറയണ്ടേ? BJP തെരഞ്ഞെടുപ്പിന് ശേഷം BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ല. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. കാരണം ഇത്രയും RC കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണമെന്ന് കേരളത്തിലെ പാർട്ടി ആഗ്രഹിക്കുന്നു. ഡൽഹിയിലെ പാർട്ടി ഡൽഹി തന്നെ വേണം. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളെ, ഈ പപ്പുവിനെ അങ്ങനെ താങ്ങി നിർത്തി ഡൽഹി നിർത്തിയാലാണ് BJPക്ക് വലിയ സാധ്യതകൾ ഉണ്ടാവുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് ഡൽഹി തന്നെ വേണം എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വന്നപ്പോൾ അത് ഞാൻ നിഷേധിക്കുന്നുമില്ല, തള്ളുന്നുമില്ല, അംഗീകരിക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സർക്കാസം സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. അതല്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് BJPയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പോളിറ്റ് ബ്യൂറോ കൂടി. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ ചില മറുപടി വന്നു, ഒരു കാര്യം ചെയ്യും, പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയില്ലേ, സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയില്ലേ എന്ന് വന്നാൽ അത് ഗോവിന്ദൻ്റെ നെഞ്ചത്തേക്ക് വരും. കാരണം ഗോവിന്ദൻ ഇത്തവണ ഭാര്യയെ, വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിൽ ഇരുന്നപ്പോൾ ഭാര്യയ്ക്ക് ബിന്ദുവിന് ബിന്ദുവിന് മന്ത്രിസ്ഥാനം കിട്ടാനുള്ള പണിയെടുത്ത ആളാണ്. അതുപോലെ ശ്യാമള, കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സ്ത്രീ. ഇത്ര അഹങ്കാരം പിടിച്ച ഒരു സ്ത്രീയെ നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടില്ല. CPMലെ ഏറ്റവും അഹങ്കാരിയായ ഒരു സ്ത്രീ രത്നമെന്ന് അവരുടെ ശരീരഭാഷ, പ്രവൃത്തി, സംസാര ഭാഷ എന്നിവയിലൂടെ തെളിയിച്ചതാണ്. ആന്തൂറിലെ CPMകാരനായ ഒരു പാവപ്പെട്ട വ്യവസായിയെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിച്ചത് ഇവരുടെ ധിക്കാരം, ധാർഷ്ട്യം ഒക്കെ കൊണ്ടാണ്. P ജയരാജൻ സഖാവിന് പോലും അതിൽ ഇടപെടേണ്ടി വന്നു. ഓർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സാജൻ്റെ ഭാര്യയ്ക്ക് വേറെ ആരോടോ അവിഹിത ബന്ധമുണ്ടായിരുന്നും അത് കണ്ടുപിടിച്ചതിൻ്റെ പേരിലാണ് ആത്മഹത്യ എന്നും ഇവരുടെ ആ നുണപ്പത്രം ഉണ്ടല്ലോ, ദേശാഭിമാനി, ഒരു സഖാവിൻ്റെ കുടുംബമാണ് എന്നത് മറന്നുകൊണ്ട് വ്യാജം പ്രചരിപ്പിച്ച പത്രവും പാരമ്പര്യവുമുള്ള പാർട്ടിയാണ്. ആ ശ്യാമളയെ മത്സരിപ്പിച്ചതിനെക്കുറിച്ച് ചോദ്യം വരും എന്നായപ്പോഴത്തേക്ക് ഗോവിന്ദൻ പതറി. അപ്പോൾ അതിനിടയ്ക്ക് വളരെ നൈസായിട്ട് ഗോവിന്ദൻ ഒരു സാധനം അങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നു പോളിറ്റ് ബ്യൂറോയിൽ. നമുക്ക് കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആവശ്യമുണ്ട്. സഖാവ് പിണറായി വിജയൻ്റെ ആരോഗ്യം വെച്ച് കേരളം മുഴുവൻ പ്രതിപക്ഷ നേതാവ് എല്ലായിടത്തും എപ്പോഴും ഓടി നടക്കണം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രായം ശരിയാണ്, പിണറായിക്ക് നല്ല പ്രായമായി. അതുകൊണ്ട് പഴയ സൗകര്യങ്ങളൊന്നും കിട്ടത്തില്ല. കിയ കാർണിവൽ കാറിലൊന്നും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സാധാരണ ഒരു ഇന്നോവ കാർ കിട്ടും. അതിലൊക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നാലോ ഇന്ന് നൈസായിട്ട് ഗോവിന്ദൻ ഒന്ന് തിരുകാൻ നോക്കിയപ്പോൾ CPMലെ താരതമ്യേന ചെറുപ്പക്കാരെന്ന് പറയാവുന്ന ആളുകൾ, അങ്ങനെ ചെറുപ്പക്കാരൊന്നും ഇല്ല അതിനകത്ത്, തമ്മിൽ ഭേദമായിട്ടുള്ള ആളുകൾ പറഞ്ഞു അത് പറ്റൂല എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു എലിവേഷൻ ഇപ്പോൾ അറിയിക്കുന്നില്ല. കൊടുത്തത് തന്നെ അധികപ്പറ്റ്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആൾക്ക് എന്ത് പാരമ്പര്യം ഉണ്ടായിട്ടാണ്? കോഴിക്കോട് ഒരു കോർപ്പറേഷനിൽ പോലും മത്സരിച്ച് ജയിച്ചിട്ടില്ല. ആദ്യമായിട്ട് മത്സരിച്ച് MLA ആയി. ആദ്യമായിട്ട് സംസ്ഥാന കമ്മിറ്റി വന്ന ഉടനെ സെക്രട്ടേറിയറ്റ് മെമ്പറുമായി. ആദ്യമായി മത്സരിച്ചപ്പോൾ ഉടനെ മന്ത്രിയുമായി. എന്തിൻ്റെ പേരില്ല? ഒറ്റ കാര്യമുള്ളൂ, പിണറായി വിജയൻ സ്ത്രീധനം കൊടുത്തതാണ്. വീണയെ കല്യാണം കഴിച്ചപ്പോൾ മരുമകന് ഒരു പദവി കൊടുക്കുക, കേരളത്തിലെ പാർട്ടി തൻ്റെ കുടുംബത്തിൽ തൻ്റെ മരുമകൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കണമെന്ന് പിണറായി വിജയൻ എന്നുള്ള അമ്മായി അച്ഛൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നത് എന്ന് പറയുന്നവരുണ്ട്. ശരിയോ തെറ്റോ ആവട്ടെ, കണ്ടിട്ട് ശരിയാണെന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. അങ്ങനെ റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഒരു നീക്കം തന്ത്രപരമായി നടത്തിയപ്പോൾ പോളിറ്റ് ബ്യൂറോയിലെ മറ്റംഗങ്ങൾ എതിർക്കുകയും അത് കേരളത്തിലെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു.
സ്വാഭാവികമായും അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ പാർട്ടി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടിക്ക് ഏറ്റവും മുതിർന്ന ആളെയാണ് പിണറായി വിജയനാവുന്നില്ലെങ്കിൽ അതിലെ ഏറ്റവും മുതിർന്ന ഘടകത്തിലുള്ള ആളെ ആക്കാൻ പറ്റൂ. കാരണം ഇന്നിപ്പോൾ ജയിച്ചു വന്നിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന ഘടകത്തിലുള്ളത് KN ബാലഗോപാലാണ്, കേന്ദ്രസമിതി അംഗമാണ്. സമിതി അംഗത്തിനെ സ്വാഭാവികമായും ആക്കേണ്ടി വരും. അതേസമയം പോളിറ്റ് ബ്യൂറോ മുഹമ്മദ് റിയാസ് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം കല്ലേ പിളർക്കുന്നതാണല്ലോ. അതുകൊണ്ട് അവിടെ തീരുമാനമെടുത്ത PB തീരുമാനമാണ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. അത് ഗോവിന്ദനും പച്ചുവും ഗോപാലനും കൂടി തീരുമാനം എടുക്കാൻ ശ്രമിച്ചതുപോലെ ഗോവിന്ദനും പിണറായി കൂടി എടുക്കാൻ നടത്തിയ തീരുമാനം PB പൊളിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഏതായാലും പിണറായി മത്സരിക്കാതിരിക്കുകയായിരുന്നു നല്ലത്. പിണറായി പ്രചാരണത്തിൻ്റെ നായകനാവണം, എന്നിട്ട് പിന്നീട് മുഖ്യമന്ത്രിയായാൽ മതിയായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞ് പോളിറ്റ് ബ്യൂറോയിൽ വന്നു. അതായത് പിണറായി മാറി നിൽക്കും, പിണറായി മത്സരിക്കുന്നില്ല, പിണറായി വന്നാൽ കുഴപ്പമാകും എന്ന് കരുതുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി പിണറായി മത്സരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, കഴിഞ്ഞ മുഴുവൻ കുഴപ്പവും പിണറായി ഉണ്ടാക്കിയത്, അതുകൊണ്ട് മുഖ്യമന്ത്രി ആ സ്ഥാനത്തേക്ക് പിണറായി വരത്തിൽ നിന്നുള്ളൊരു ടെമ്പോ ഉണ്ടാക്കുക, എന്നിട്ട് ഇലക്ഷൻ നേരിടുക. ജനം അപ്പോൾ പിണറായി ഇല്ലല്ലോ, ഈ കാരണഭൂതം ഇല്ലാത്തത് കൊണ്ടെന്ന് LDF വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ജനം വോട്ട് ചെയ്യും. അപ്പോഴേക്ക് പതുക്കെ പിണറായി വന്നിട്ട് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ KC വേണുഗോപാൽ വരാൻ ഉദ്ദേശിക്കുന്ന പോലെ പിണറായി എവിടെങ്കിലും മത്സരിച്ച് 6 മാസം കഴിഞ്ഞ് മത്സരിച്ചാൽ മതിയല്ലോ. അങ്ങനെ മുഖ്യമന്ത്രിയാം, ജനങ്ങളെ പറ്റിക്കാം എന്നൊരു നയം എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ ബുദ്ധിശാലികളും പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, CPM-നെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോയിലെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. അവിടെ നടന്ന ചർച്ചകളുടെ ചില രൂപങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ പിണറായിക്ക് ധർമ്മടത്ത് എങ്ങനെ പിണറായി പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞു, 7 റൗണ്ട് എണ്ണുന്നതുവരെ പിണറായി വിജയൻ എങ്ങനെ പുറകിലായി, ശൈലജ ടീച്ചർ എന്തുകൊണ്ട് തോറ്റു, അല്ലെങ്കിൽ ശൈലജയെ എന്തുകൊണ്ട് മട്ടന്നൂരിൽ നിന്ന് പേരാവൂർക്ക് മാറ്റിയിട്ട് തോൽപ്പിച്ചു, ഇത്തരം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാൻ പിണറായി വിജയനും ഗോവിന്ദനും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇങ്ങനെ കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന ചില കാര്യങ്ങളൊന്നും PB ഇരിക്കുന്ന പല കോന്തന്മാർക്കും അറിയത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ടത്. കണ്ണൂരിൽ നിന്ന് PV കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ, പിന്നെ ആലപ്പുഴയിൽ G സുധാകരൻ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർട്ടിയെ വെല്ലുവിളിച്ച് പാർട്ടിയുടെ സമുന്നതമായ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും ഒക്കെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞിട്ട് അവർ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് MLA-മാരാകും. G സുധാകരൻ മന്ത്രിയാവും. സലാം എന്ത് ചെയ്യും? CPM എന്ത് ചെയ്യും? ഇതൊരു വലിയ ചോദ്യമാണ്. MV ഗോവിന്ദൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. MV ഗോവിന്ദൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, റബലായിട്ട് വന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അതൊന്നായിരുന്നു, ഇത് 3 3 പേർ CPM-നെ വെല്ലുവിളിച്ച് വന്നിരിക്കുന്നു. CPM-നെ വെല്ലുവിളിച്ച് ജയിച്ച ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി. കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയപ്പോൾ വിലാസിനി, അങ്ങനെയല്ലേ ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ പേര്, അവർ ഇരുത്തി കാര്യമായി സംസാരിച്ചു. കോടിയേരിയുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എന്നിട്ട് പറഞ്ഞു, കുലങ്കുത്തി ഒന്നും വിളിക്കാൻ ഞാൻ തയ്യാറല്ല, വിലാസിനിയല്ല വിനോദിനി, ഞാൻ തയ്യാറല്ല, ഞങ്ങളുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് നടക്കില്ലായിരുന്നു? കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ സ്ഥാനാർത്ഥിയാവില്ലായിരുന്നു എന്നാണ് വിനോദിനി പറഞ്ഞത്. ശരിയല്ലേ? കോടിയേരി മരിച്ചതുകൊണ്ടാണ് ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയത്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാവില്ലായിരുന്നു, പരമാർത്ഥമാണ്. അപ്പോൾ ചടയൻ ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി മരിച്ചതുകൊണ്ടാണ് കേരളത്തിലെ പാർട്ടി അടിമുടി മാറി പിണറായി വിജയൻ എന്നുള്ള നേതാവ് ഉദയം ചെയ്തതെന്ന് വിശ്വസിക്കുന്ന കുറേ സഖാക്കളുണ്ട്. കാരണം ചടയൻ സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ടും വളരെ നിസ്വനായ ഒരു മനുഷ്യൻ, ക്യാൻസർ വന്ന് മരിച്ചുപോയി. ആ ഗ്യാപ്പിലാണ് VS അച്യുതാനന്ദൻ തൻ്റെ വിശ്വസ്തനെന്ന് കരുതിയിട്ട് പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറി ആക്കി പോളിറ്റ് ബ്യൂറോ മെമ്പറാക്കുന്നത്. അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോഴാണ് ആ സ്ഥാനത്തേക്ക് ഗോവിന്ദൻ വരുന്നത്. കോടിയേരി മരിച്ചതിന് ശേഷം നോക്കൂ, കേരളത്തിൽ വലിയ പോപ്പുലറായിട്ടുള്ള ഒരു CPM നേതാവായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനൊരു മാന്യമായ ഒരു യാത്രയയപ്പ് പോലും CPM കൊടുത്തില്ല, ഒരു വിലാപയാത്ര നടന്നില്ല. പിണറായി നടത്തിയില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്കാരുണ്ട്. ഏതായാലും പിണറായി യുഗം അവസാനിക്കുകയാണ്.
പക്ഷേ അപ്പോഴും പിണറായി വിശ്വസിക്കുന്നത് എൻ്റെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെപ്പോലെ പ്രിയപ്പെട്ട മറ്റൊരു നേതാവിൽ നിന്നാണ് പിണറായി വരുന്നത്. എനിക്കറിയില്ല, നമ്മുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇന്ത്യ ലൈവ് ചാനൽ കാണുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവാണോ, നിങ്ങളുടെ ചങ്കാണോ പിണറായി വിജയൻ? നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, മറക്കാനാവാത്ത നേതാവാണോ? മറക്കാനാവാത്ത നേതാവായിരിക്കും. കാരണം 10 വർഷം കൊണ്ട് അദ്ദേഹം കാട്ടിക്കുട്ടിയ നൃശംസതകൾ, നരവേട്ടകൾ, പീഡനങ്ങൾ, ക്ഷേത്രദംസനങ്ങൾ, വിശ്വാസ ദംസനങ്ങൾ, ഗുണ്ടായിസം, ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപക്ഷെ പിണറായി വിജയനെ മറക്കാത്ത ആളുകളായിരിക്കും കേരളത്തിൽ കൂടുതലെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നതെങ്കിൽ പിണറായി പറഞ്ഞത് ശരിയായിരിക്കും. ഏതായാലും പിണറായിക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്ന് കരുതുന്ന സഖാവ് പിണറായി വിജയന് കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. അങ്ങ് ഒരാളാണ് സാർ ഈ പാർട്ടിയെ തോൽപ്പിച്ച് കളഞ്ഞത്. അങ്ങ് ഒരാളാണ് സാർ കേരളത്തിൽ UDF അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂറ്റൻ വിജയം സമ്മാനിച്ചു കൊടുത്തത്. വിജയൻ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വിജയം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിജയൻ. കാരണം ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ സതീശനോ ആരെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയായാൽ ഒരു കാര്യം ഉറപ്പാണ്, രഹസ്യമായി അവർ എവിടെയെങ്കിലും അങ്ങയുടെ ഒരു ചിത്രം സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. അപ്പോഴും നിങ്ങൾ കരുതും നിങ്ങളാണ് കേരളത്തിലെ ഏറ്റവും ജനകീയനായ, കേരളത്തിലെ ജനങ്ങളുടെ ചങ്കാണ് എന്ന് കരുതും. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ചില പ്രായം വരുമ്പോൾ ആളുകൾക്ക് ഇത്തരം ചില സ്ഥലജല വിഭ്രാന്തികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളോട് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.